സുഹൃത്തുക്കളെ, ഇന്ന് സൺഡേ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു മലകയറ്റാണ്. നമ്മളെ മുമ്പിൽ കാണും. അന്നേ നമ്മൾ വെള്ളം തിരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊരു മല കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മലയിലേക്ക് നമ്മളിന്ന് കയറാൻ വേണ്ടി പോകുക. നരിനരിങ്ങ് മല, തൃശ്ശേരിയിലുള്ള നമ്മൾ നരിനരിങ്ങ് മലയാണ്. ആ മലയിലേക്ക് കയറി അവിടെ നിന്നൊരു ചെറിയൊരു വീഡിയോ ഷൂട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതാണ് ആ കാണുന്നതാണ് നമ്മൾ നരിനരിങ്ങ് മല. ആ മലയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണെന്ന്. അവിടെ നിന്ന് കയറിയിട്ടുള്ള വീഡിയോസ് ആണെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളങ്ങനെ ഇതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഉണ്ടോ, നമ്മളെ അങ്ങോട്ട് കയറുന്ന കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ കോൺക്രീറ്റ്. അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ദുർഘടമായ വഴിയാണ്. ഇവിടേക്ക് പോവില്ല, നമ്മളെങ്ങനെ കുഴിയിലേക്ക് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതേപോലെയുള്ള വഴിയാണ്. മഴയൊക്കെ പെയ്ത് പായലൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ ഇതിലെ പോക്ക് ഭയങ്കര പ്രശ്നമാണ്. കട്ടിങ്ങിലേക്ക് വീണാലേ ചാല് പിടിച്ച് വരുന്നുണ്ട്. ഇതാണ് ഗായ്സ് നമ്മളെ സ്ഥലം. കണ്ടോ, നമ്മളെ മല കണ്ടോ, മല ഇതിങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ഇതാ വേണ്ട ഫുള്ള് തെരുവപ്പില്ല. ഈ തെരുവപ്പിൻ്റെ ആനയൊക്കെ ഉണ്ടാവും. നമ്മൾ മൃഗങ്ങളൊക്കെ കാണാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മളതിന് കയറി ഇത് അവിടം വരെ എത്തി. നമ്മൾ അതിസാഹസികമായിട്ടുള്ള യാത്രയിലൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം കേട്ടോ. ഇതാ കുറച്ച് നേരം പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂടുതൽ ആൾക്കാരാണ് പോകുന്നത്. ഉണ്ടല്ലോ കെട്ടിടങ്ങൾ കെട്ടിയിട്ടില്ലേ, ആ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നു കേട്ടോ. അതിന് മുകളിൽ വരെ വണ്ടി എത്തും. അവിടെ വരെ നടക്കേണ്ടല്ലോ രീതിയിൽ നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക്കാണ് ഇറങ്ങി വരല്. വണ്ടിൻ്റെ അടിയൊക്കെ തട്ടി നിന്നിരിക്കും. എല്ലാം കട്ടർ ഓഫ് റോഡ് കളിക്കുന്ന റോഡാണ്. റോഡിൻ്റെ പോരുന്നുണ്ടോ, ഇവിടെ റോഡൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റേജായി കിടക്കുന്ന റിസോർട്ടാണ്. ആടെ രാവിലെ ഒന്ന് പോയാണോ എവിടെ അങ്ങ് പോയാൽ മതി. ഹായ്, ഇതാണ്ടോ, ഇതാണ് നമ്മളെ നരിനരിങ്ങ് മല. അല്ലേ, നല്ല വ്യൂ ആണ്. താഴേക്ക് നോക്കുമ്പോൾ അതാ വ്യൂ. ഇത് റിസോർട്ടുകളുടെ മേൽഭാഗമാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ കാണുന്നത്. ഇതാണ്ടോ എന്താ സീനറി, അടിപൊളി. എന്താ ഇതൊക്കെ നമുക്കൊന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി. ആന വന്നിട്ടുണ്ട്. ആന വന്നിട്ട് ഇങ്ങനെ കളിച്ച് വെച്ച് പോയതൊക്കെയാണ്. ഇന്ന് രാവിലെ വന്നതാണ്. നമ്മൾ ഇനിയിപ്പോൾ ആനേൻ്റെ മുമ്പിലേക്ക് പെടുവോ ഇല്ലയോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ നോക്കാം. ബൈ. ഓയേ സൗണ്ടൊന്നുമില്ലെങ്കിലും ഇത് ഇതാന്ന് പറഞ്ഞിട്ടല്ലേ, മാലിന്യ പ്രശ്നം പറഞ്ഞിട്ടല്ലേ ഈ മറ്റേ ഇവിടെ ഇല്ലേ. അതെ, വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയാം. ഇഷ്ടംപോലെ പാലയുടെ ടോപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും വെറുതെ ഇതൊക്കെ വെറുതെ പോയത്. ഇതൊക്കെ മര്യാദയ്ക്ക് നല്ലൊരു ചുടുപാടുള്ളടത്താണ് ഈ ഉണ്ടാക്കിയത്. ഹായ് സുഹൃത്തുക്കളെ, ഇതാ നമ്മളെ നരിനരിങ്ങ് മലയാണേ. ഇത് കണ്ടോ എന്താ ഭംഗി, എന്ത് രസമാണ്. നമ്മൾ മഴയെല്ലാം തോർന്ന് ഈ വെയിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. പച്ചപ്പ് പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പുല്ലൊക്കെ കഴിഞ്ഞ വേനൽക്കാലത്ത് തീ പിടിച്ച് കത്തിപ്പോയ ഭാഗങ്ങളാണ് അതൊക്കെ. എന്നാലും ഇപ്പോൾ കണ്ടില്ലേ, തെരുവപ്പുല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈന്തപ്പന എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഈന്തപ്പനല്ല, നമ്മളെ നാട്ടിൽ കാണുന്ന ഈന്തപ്പന, ചിറ്റീന്ന് എന്നൊക്കെ പറഞ്ഞ് ചിറ്റീന്നുകളൊക്കെ നമുക്ക് കാണേണ്ടത് കാണിച്ചു തരാം. അടുത്ത വീഡിയോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. കയറി പോകുമ്പോൾ ഞങ്ങളിനെ ഈ കയറ്റം കൊണ്ട് കയറി മുകളിലേക്ക് എത്തണം. ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. നല്ല കുത്തനെയുള്ള കയറ്റാണ്. കണ്ടില്ലേ, കുത്തനെയുള്ള കയറ്റം. അങ്ങനെ കയറി എത്തുമ്പോഴേക്കും നമ്മൾ സൈഡ് ആവും. എന്നാൽ നമ്മൾ കയറാൻ പോവാം. മേലെ പോയിട്ട് കുറച്ച് എടുക്കണം.
ഓ പിന്നെ ഹായ് സുഹൃത്തുക്കളെ, മടുത്തു കേട്ടോ. ഇത്രയും ദൂരം കയറിയപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായി. കാരണം നല്ലൊരു കുത്തനുള്ള കയറ്റാണ് ഞങ്ങളിപ്പോൾ കയറിയത്. അപ്പോൾ നിങ്ങളുടെ എങ്ങോട്ടാ എത്തേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം അത്രയും കുത്തനെയുള്ള സ്ഥലം. നോക്കിയാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല വ്യൂ ആണ്. അതേപോലെ തന്നെ നല്ല കുത്തനെയുള്ള സ്ഥലമാണ്. പോരാത്തതിന് കറുത്ത കോട്ടും കോട്ടിനെ വിഷയമാണ്. അങ്ങനെയല്ലേ പറയൂ. ഇതുണ്ട് നീ ആച്ച്. ഹലോ ഗായ്സ്, ഇത് കണ്ടോ നമ്മളെ സീനറി ഉണ്ടോ? അതാ മുകളിൽ നിന്ന് നമ്മളുടെ സീനറി ഇണായി കാണുന്നത് ഉണ്ട്. നോക്കിയാ ഇത് ഭംഗിയാ, നോക്കിയാ കാണാൻ. ഇതൊന്നും ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് നല്ല വീഡിയോ ആകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഓക്കെ, ഇതാ സുഹൃത്തുക്കളെ, നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ മലേൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ആ ടോപ്പിൻ്റെ നിരപ്പിലൂടെ ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കുക. ഇവിടെ ഇങ്ങനെ നല്ല സീനറിയൊക്കെ കാണിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ നടക്കുക കേട്ടോ. ആ കാണുന്നത് നമ്മളെ നരുന്നരിങ്ങ മലയുടെ വേറൊരു ഭാഗമാണ്. അങ്ങോട്ടേക്ക് നടക്കണമെങ്കിൽ കുറേ നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. അപ്പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗം കാണുന്നത് കമ്പമലയാണ് കേട്ടോ. കമ്പമലയാണ്. കമ്പമലയുടെ ഒരു സൈഡാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മളെ വീടിൻ്റെ ഭാഗങ്ങളിലാണ് ഈ കാണുന്നതൊക്കെ. നമ്മളതിൻ്റെയൊക്കെ താഴ്വാരത്തേക്കാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. കണ്ടില്ലേ, നോക്കിയാൽ ഒന്നും വിചാരിക്കണ്ട, നല്ല കിതപ്പാണ്. നമ്മൾ നടന്നിട്ടേ കയറി വരുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കിതപ്പ്. സുഹൃത്തുക്കളെ, ആ കാണുന്നതൊക്കെ കർണാടക ഭാഗങ്ങളാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ അങ്ങോട്ട് കാണുന്നതൊക്കെ കർണാടകേൻ്റെ ഭാഗങ്ങളാണ്. തിരുനെല്ലിയും തോൽപ്പെട്ടിയും ഒക്കെ നിൽക്കുന്ന ഭാഗങ്ങളാണ് പനവല്ലി. ഇതിൻ്റെ തൊട്ട് താഴെ ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ മലയുടെ തൊട്ട് താഴ്ഭാഗം പനവല്ലിയാണ്. പനവല്ലി ഭാഗമാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഭാഗം. ആ കാണുന്നതൊക്കെ പിന്നെ തിരുനെല്ലിയുടെ ഭാഗങ്ങളാണ്. തിരുനെല്ലി തോൽപ്പെട്ടി ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഓക്കെ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മൾ ചിറ്റി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കുറച്ചുകൂടി വലുപ്പം വെക്കും. ഇത് കുറച്ച് വേനൽക്കാലാകുമ്പോഴേക്കും വലുതായി. ഇതിനകത്ത് നമ്മൾ ഈന്തപ്പഴം പോലെ തന്നെയുള്ള നമ്മൾ കാരക്ക പോലെ തന്നെയുള്ള പിന്നെ ഒരു കായ് ഉണ്ടാവും. കായ് നമുക്ക് നല്ല തിന്നാൻ പറ്റുന്ന കായാണ്. ഇത് നമ്മൾ ചൂരൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കടകളിൽ മേടിക്കാൻ ചൂരൊക്കെ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ചിറ്റിൻ്റെ. ഇതാണ് ആ സാധനം. ഞങ്ങളിങ്ങനെ ട്രെക്കിംഗ് ഒക്കെ മതിയാക്കി കേട്ടോ. മതിയാക്കി ഞങ്ങൾ മല ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇപ്പോൾ. ഇനി മല ഇറങ്ങിയിട്ട് ഇനി കുറേ അങ്ങോട്ട് ഇറങ്ങാനുണ്ട്. ഇറക്കം കയറുന്നതിനെക്കാട്ടിയും വിഷമമാണ് നമുക്ക് ഇറങ്ങുന്നത്. അതുപോലെ ഭയങ്കര കുത്തനുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും. നടന്നു പോയ ട്രെക്കിങ്ങുകാർ നടന്നു പോയ വഴി കൂടെ തന്നെ നമ്മൾ നടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് ആ വഴി നോക്കിയിട്ട് ഇതൊക്കെ ബൗണ്ടറി എത്തിയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ നോക്കേണ്ട, ഇത് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി എത്തിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങി താഴെ എത്താറായി കേട്ടോ. ഞങ്ങൾ താഴേക്ക് എത്താറായി. ഞങ്ങളിങ്ങനെ റിസോർട്ട് ഇവിടെ കെട്ടിയിട്ട് റിസോർട്ടിൻ്റെ താഴേക്ക് എത്തുന്ന. ഇനി അങ്ങോട്ടേക്ക് ബൈക്ക് ഇറക്കി പോകാൻ അതിനെക്കാട്ടും വലിയൊരു ടാസ്ക്കാണ് ആ ബൈക്ക് ഇറക്കി പോക്ക്. നോക്കാം എന്തായാലും. ഞങ്ങളിതാ മല ഇറങ്ങി ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങി കേട്ടോ. താഴേക്ക് ഇറങ്ങി താഴെ എത്തി. ഏകദേശം മലേൻ്റെ താഴെ അടിവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് ബെൽ ബട്ടണും അമർത്തുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബൈ.